ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ കോതമംഗലത്ത് നിന്നും തിരിച്ചു വന്നു കേട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇന്ന് ഡിസംബർ 2-ാം തീയതി, ഡിസംബർ 1-ാം തീയതി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്കാണ് കേട്ടോ താമസം മാറി എത്തിയത്. ആ കാണുന്നതാണ് ഞങ്ങളുടെ പഴയ വീട്. പഴയ വീടിൽ നിന്നും തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് തന്നെയാണ് ഞങ്ങൾ താമസം മാറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നത് 2-ാം തീയതി 1-ാം തീയതി ഒരു വൈകുന്നേരമായിട്ടാണ് വന്നത്. വന്ന ഉടനെ തന്നെ സാധനങ്ങളെല്ലാം എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു. ഇനിയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാൻ. തൽക്കാലം വേണ്ടുന്ന ഞങ്ങളുടെ കട്ടിലും ബെഡും പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലെ ഞങ്ങളുടെ അലമാര, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുണികളും കാര്യങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് കയറ്റി വെച്ചു. എന്നിട്ട് ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ അന്ന് കിടന്നതും. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ. ഒത്തിരി സാധനങ്ങളൊക്കെ എടുത്തും പറക്കിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ താമസിച്ചാണ് കേട്ടോ എഴുന്നേറ്റ് വന്ന് ചായ കുടിയെല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നേരെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. ഒത്തിരി തുണിയുണ്ടായിരുന്നു, നിരന്ന് കിടക്കണം കണ്ടിട്ട് എനിക്കങ്ങ് സങ്കടം വന്ന് അതുപോലെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ്. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും എന്നോർത്താകെ വിഷമിച്ചു. പക്ഷെ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ തന്നെ ചെയ്യണമല്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതിൽ നല്ല തുണികൾ മാത്രം എടുത്ത് വെക്കുക. എന്താണെങ്കിലും അടുക്കി പറക്കി വെക്കുമല്ലേ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള തുണികളൊക്കെ ഉപയോഗിച്ചിട്ട് പഴയ നമുക്ക് വേണ്ടാത്ത തുണികളൊക്കെ മാറ്റി വെക്കാമെന്നുള്ളതിൽ ഞാനിങ്ങനെ വേണ്ടാത്ത തുണികളൊക്കെ മാറ്റി നല്ല തുണികൾ, അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ള തുണികളൊക്കെ കുറച്ച് നല്ല പോലെയൊക്കെ മടക്കിയെടുത്ത് ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനാണേലും അപ്പുറത്തുണ്ട് കേട്ടോ. പിള്ളേരുടെ അടുത്താണ്, 3 പേരും ഉണ്ടല്ലോ, അപ്പോൾ അവരെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുവാവ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുഞ്ഞുവാവേനെ എടുത്ത് കുഞ്ഞുവാവയുടെ അടുത്തേക്ക് ചെല്ലും, പാല് കൊടുക്കും, കിടത്തി ഉറക്കും, വീണ്ടും വരും. അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റത്തില്ല. 3 കുഞ്ഞുങ്ങളുടെ കാര്യവും നോക്കണം, മറ്റു കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അതുകൊണ്ട് എനിക്കെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പാചകമൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നാണ് 2 ദിവസം ഫുഡൊക്കെ കഴിച്ചത്. അപ്പം ഞാനിപ്പോൾ മേളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുവാവനെ കൊഞ്ചിച്ച് അവൾ നോക്കിക്കോളും കേട്ടോ. അപ്പോൾ നമ്മൾ വീട് മാറുന്നതിന് അപ്പുറേന്ന് ഇപ്പുറത്തേക്ക് മാറിയതാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീടിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് തന്നെയാണ് മാറിയത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പുറത്തേന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് വെക്കാൻ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് തരും, ഞാനത് എടുത്ത് കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ട് വെക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ പാത്രമൊക്കെ തേച്ച് കഴുകി വെക്കുവാണ് കേട്ടോ. എല്ലാം പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വന്ന ഉടനെ ഒന്നും പാചകമൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നില്ല. ഭയങ്കര പൊടിയും ചെളിയൊക്കെ ആയിട്ട് പിടിച്ചിരിക്കാൻ. നമ്മൾ 2 മാസം വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പൊടിയും വീട് മാറുന്നതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് എല്ലാ പാത്രങ്ങളും തേച്ച് കഴുകി എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചേട്ടനോട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് കുഞ്ഞാറ്റയാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ എല്ലാം ഒറ്റ ദിവസം കൊണ്ടല്ല കേട്ടോ ഇത് ചെയ്തത്. 2 ദിവസം 3 ദിവസമൊക്കെ കൂടിയിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഇതേണ്ട രാവിലത്തെ പാത്രം കഴുകെല്ലാം കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. പൊറോട്ടയും കടലക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടി അതിരുന്ന് കഴിക്കുകയാണ്. അവരവിടെ കഴിക്കുകയാണ്. കൊച്ച് എഴുന്നേറ്റ് കിടക്കുന്നതുകൊണ്ട് അവർ കഴിച്ച് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യ സാധനങ്ങളെല്ലാം മടക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി സാധനം കണ്ടെത്തിയിട്ട് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ TV ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെളിയിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ടൊന്നും വന്നിട്ടില്ല. സ്ഥാനങ്ങളൊക്കെ കണ്ടെത്തി ഇനി എല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ എന്താണ് നമ്മൾ പാചകം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൽ കാച്ചി തുടങ്ങാം എന്ന് കരുതി. വാടക വീട്ടിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും തുടങ്ങിയല്ലേ, അപ്പം നമുക്കൊരു പുതിയ ആരംഭമായിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പാലൊക്കെ കാച്ചിട്ട് ഞാനും ചേട്ടനും കൂടി കുടിക്കുകയാണ്. ചേട്ടൻ അവിടെ നിന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിള്ളേരെ ഞാനിന്ന് അംഗനവാടിയിലേക്ക് വിട്ടുവിട്ടെ. 2 പേരെയും വിട്ടു. കുഞ്ഞാപ്പിനെ സ്കൂളിൽ വിട്ട് തുടങ്ങിയില്ല. പിറ്റേ ദിവസം തൊട്ട് സ്കൂളിൽ വിടണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ 2 ദിവസത്തെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വന്ന 1-ാം തീയതിയും 2-ാം തീയതിയും കൂടി കൂട്ടിയിട്ടുള്ളൊരു മിക്സഡ് റവിയൽ പരുവത്തിലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെയൊക്കെ അടിച്ചു വാരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് ഇപ്പോൾ അനീഷ വന്ന് നിൽപ്പുണ്ട്. കാരണം അവളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എൻ്റെ അച്ചായാണ് കേട്ടോ എനിക്ക് ഈ മാറ്റൊക്കെ മേടിച്ച് തന്നത്. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുമായിരുന്നു. അവൾ അക്ഷയയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് അക്ഷയുണ്ട്. അപ്പോൾ അവിടെയാണ് അവളിരിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, അച്ചായി നിങ്ങൾക്കാണോടി വാങ്ങിച്ചുകൊണ്ട് വന്നേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതേ അച്ചായ എനിക്ക് മേടിച്ചുകൊണ്ട് തന്ന അടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കിതുപോലെ 2 മാറ്റും
അതുപോലെ തന്നെ ഒരു തുടയ്ക്കുന്ന സംഭവവും ചൂലും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് അവളോട് അതൊക്കെ പറഞ്ഞിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഇത് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്, ചോറ് വാർത്തിട്ടു. അപ്പോൾ പിള്ളേർ അംഗനവാടി പോയിട്ടൊക്കെ വന്നു കേട്ടോ. 3-3:30 ആയിട്ടുണ്ട്. ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആ സമയത്ത് പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് തീർന്ന് ഇപ്പോഴാണ് ഞങ്ങൾ ചോറിനാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. 3:30 ആയപ്പോഴാണ് ഞങ്ങൾ ചോറിനാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ഞാനിവിടെ ചോറിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് കുഞ്ഞവിടെ കിടപ്പുണ്ട്. അപ്പം എനിക്ക് നോട്ടം എത്തത്തക്ക വിധത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പിള്ളേരും അതുപോലെ തന്നെ പുറത്ത് ഓടി കളിച്ച് നടപ്പുണ്ട്. അപ്പം ഗേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ റോട്ടിലോട്ട് പോകത്തില്ല, ഞങ്ങൾ ഗേറ്റ് പൂട്ടിയിട്ടേക്കുവാണ്. അപ്പം അവിടെ നിന്ന് അവരും കഴിക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും അപ്പൂസും ദിയ, അമിയ, കുഞ്ഞാറ്റ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിവിടെ നിന്ന് സാറ്റ് കളിക്കുന്നു. അതെല്ലാം കഴിഞ്ഞതേ നേരെ കുഞ്ഞു വാവനെ കുളിപ്പിച്ച് ഞാൻ കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അതേ അവർ ഉടുപ്പൊക്കെ ഇടിയിച്ച് നല്ല സുന്ദര കുട്ടനാക്കി എടുക്കുവാണ് കേട്ടോ. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് നല്ല ഒരു കഴിവുണ്ട് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ നല്ല അടിപൊളിയായിട്ട് കുഞ്ഞാറ്റ നോക്കിക്കോളും. ഇപ്പം ഇവിടെ എനിക്ക് കുഞ്ഞാറ്റ ഒരു വലിയ ആശ്വാസമാണ് കേട്ടോ. അവൾ കൊച്ചിനെ നോക്കാനാണെങ്കിലും അവൾക്ക് ഇഷ്ടമാണ്, എടുക്കും, എൻ്റെ കിടത്തിയൊക്കെ ഉറക്കും ഒക്കെ ചെയ്യും. എൻ്റെ ഇപ്പോൾ കുഞ്ഞുവാവനെ കിടത്തി ഉറക്കുവാണ് കേട്ടോ. ഇത് സ്പീഡിലല്ല കേട്ടോ ആട്ടുന്നത്, പതുക്കെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്പീഡിലിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. പതുക്കെ തന്നെയാണ് കുഞ്ഞ് ആട്ടി ഉറക്കുന്നത്. അപ്പോൾ അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് അറിയാട്ടോ. മണിക്കൂട്ടിനുണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൾ നല്ലപോലെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുവാവേനെ. അങ്ങനെ ഞാൻ അവർ കിടത്തി ഇറക്കി തൊട്ടി. ഇവിടെ നല്ല അത്യാവശ്യം നല്ല കൊതുകുണ്ട് കേട്ടോ. അപ്പോൾ കൊതുക് ഒക്കെ ഉള്ളത് കൊണ്ട് ഇതേണ്ടേ നെറ്റ് ബെഡിലൊക്കെ കിടത്തി അവരുറക്കി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.